വല്ലപ്പോഴും ഒരു അച്ചാറിടുക ഞാൻ വളരെ കുറച്ച് മാത്രം നമ്മുടെ കറികൾ ഉപയോഗിക്കുന്നതല്ലേ. നമ്മൾ ഉപയോഗിക്കുന്ന മുളക് എവിടുന്ന് വന്നത് എനിക്കറിയാം. സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. ആ മെക്സിക്കോയിൽ നിന്ന് വന്നതാണ് നമ്മുടെ ഈ മുളക്. ഈ ചരടൻ മുളകില്ലേ ചുവന്ന, ഇതൊക്കെ സൗത്ത് അമേരിക്കയിൽ നിന്ന് ഉള്ളതാണ്. വറ്റൽമുളക്. വറ്റൽ മുളക് നമ്മൾ ഈ പറയുന്ന ഉണക്കി സൂക്ഷിക്കുന്ന ഈ മുളക് സൗത്ത് അമേരിക്കയിൽ നിന്ന് വന്നതാണ്. അത് പ്രത്യേകിച്ച് മെക്സിക്കോയും ബ്രസീലും ആ ഭാഗത്താണ് ഇത് ഉണ്ടായിരുന്നത്. അതാണ് നമ്മൾ ഇത് നമ്മുടേതാണെന്ന് പറഞ്ഞിട്ട് ഈ തിന്നുകൊണ്ടിരിക്കുന്നത്. കപ്പയും ചക്കയും ബ്രസീലാണ്. ഇതെല്ലാം നമ്മൾ അങ്ങനത്തെ ഓരോ സാധനം എടുത്ത് നോക്കാം. നമുക്ക് ആകെ ഉണ്ടായിരുന്ന ചക്ക ബ്രസീലിൻ്റെ അല്ല. ആ ചക്കയുടെ കാര്യത്തിനകത്ത് നമുക്ക് ഒരു തീരുമാനം എനിക്ക് തോന്നുന്നത് ഇന്ത്യക്കാരൻ്റെ തന്നെയാണ്. മാങ്ങായും ചക്കയും. ഉം, പോർട്ടുഗീസുകാർ ചക്ക എന്നാണ് പറയുന്നത്. ഉം. പക്ഷെ അത് ഇവിടുന്ന് അങ്ങോട്ട് പഠിച്ചതാണെന്നുള്ളതാണ് എനിക്കറിയാവുന്നത്. ഓക്കെ ഓക്കെ. ജാക്ക് ഫ്രൂട്ട് എന്ന് പറയുന്ന സാധനം ചക്ക എന്നുള്ള വാക്ക് തന്നെയാണ് ജാക്കാകുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് നമ്മുടേതാണ്. പക്ഷെ ഉരുളക്കിഴങ്ങ്, സവാള ഉള്ളി, ഇതെല്ലാം നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കി ഒരെണ്ണമില്ല. കപ്പലണ്ടി നമ്മൾ ദിവസം കുറിച്ചുകൊണ്ടിരുന്നത് കപ്പലണ്ടി എന്ന കപ്പലിൽ കൂടെ വന്നതെന്നുള്ളതാണ് കപ്പലണ്ടി ആയത്. പറങ്കിയണ്ടിയാണ് നമ്മുടെ ഇവിടെ കൊല്ലത്തെ വ്യവസായം എന്ന് പറഞ്ഞാൽ പറങ്കിയണ്ടി. ഇതൊക്കെ നമ്മളിങ്ങനെ ആലോചിച്ച് നോക്കണം. ഇത് മുഴുവൻ ലോകവ്യാപകമായ കാര്യങ്ങൾ പരസ്പരം കച്ചവടം ചെയ്താണ് നമ്മൾ ഇന്ന് കാണുന്ന നിലവാരത്തിൽ ഇത്ര മെച്ചപ്പെട്ട മനുഷ്യരായിട്ട് മാറിയത്.